കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഗ്രാന്റുകളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കേന്ദ്രം വിവേചനം കാണിക്കുന്നു, നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, കൂടാതെ GST നഷ്ടപരിഹാരം തടഞ്ഞുവെച്ചുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളെയും കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേവലം സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സംഘപരിവാർ രാഷ്ട്രീയം കടന്നു കയറുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അക്കാദമിക് സ്ഥാപനങ്ങളെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള വേദിയാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിന്റെ മനുഷ്യവിരുദ്ധ രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കി ശക്തമായ ഇടപെടലുകൾ നടത്തി PGയുടെ വാക്കുകൾക്ക് ഈ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കേവലം ഒരു മാർക്സിസ്റ്റ് ചിന്തകനോ എഴുത്തുകാരനോ പ്രഭാഷകനോ മാത്രമായിരുന്നില്ല PG. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, ഭൗതിക ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച PGയുടെ ആശയങ്ങൾ വരും തലമുറകളെയും സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PGയുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി മേട്ടുക്കടയിൽ 20 സെന്റ് സ്ഥലം സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും അവിടെ PG പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും ആരംഭിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PGയുടെ സ്വകാര്യ ശേഖരത്തിലുള്ള 25,000 പുസ്തകങ്ങൾ അങ്ങോട്ട് മാറ്റാൻ സാധിക്കും. ഈ കെട്ടിടം ഒരു ശതാബ്ദി മന്ദിരമായി നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.